ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി ഈ രീതിയിൽ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പാത്രം കാലിയാവുന്നത് പോലും അറിയില്ല. ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത രീതിയിൽ തൈരൊക്കെ ചേർത്ത് നമുക്കൊരു കിടിലൻ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ 3 കഷ്ണം ബട്ടർ ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണയോ ബട്ടറോ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പുകല്ലായതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പാകത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 3 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെള്ളം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂട്ടങ്ങ് ഭയങ്കര ലൂസായി പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരപ്പ് നമുക്ക് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ അരപ്പ് നന്നായിട്ടൊന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുത്തിട്ടുള്ള കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ടതൊന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്താൽ മതിയാകും. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഏതാണ്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാഷ്നട്ട് അരച്ച് ചേർക്കേണ്ടതുണ്ട്. ഒരു 10-12 ക്യാഷ്നട്ട് 5 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില കൂടിയിട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതൊരു ഫുഡ് ഐറ്റമിൻ്റെ കൂടെയും വളരെയധികം കോംബോ ആയി പോകുന്ന ഈ സ്പെഷ്യൽ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.